കണ്ണടച്ച് കുറച്ച് നേരം തന്നെ അപ്പൊ ശ്വാസം എടുക്കുന്ന സമയത്ത് ലങ്സ് ഇവിടെ നിറഞ്ഞിട്ട് വയറ് കൂടി വെക്കുന്ന രീതിയിലേക്ക് ശ്വാസം ഡീപ്പ് ബ്രീത്ത്. ലങ്സ് നിറഞ്ഞ് വയറ് കൂടി വെക്കുന്ന രീതിയിലേക്ക് സാധാരണ ശ്വാസം എടുക്കുക. അതേപോലെ ശ്വാസം പുറത്ത് വിടുമ്പോഴും വയറിന് ഉള്ളിലേക്ക് ചുരുങ്ങി പോയിട്ട് ലങ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ശ്വാസം പുറത്ത് പോകുന്നത് പോലെ തന്നെ ശ്വാസം. ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം കൈകളൊന്ന് നനയ്ക്കും. നേരത്തെ നമ്മൾ ചെയ്തില്ലേ, ഇത് ഉജ്ജയിശ്വാസമാണ് എടുക്കുന്നത്. തൊണ്ട ടച്ച് ചെയ്തിട്ട് ഈ ഒരു ബ്രീത്ത് അപ്പോഴും ലങ്സ് എന്ന് പറഞ്ഞ് വയറ് വെക്കുന്ന രീതിയിലാണ് ശ്വാസം എടുക്കുന്നത്. കൈ ഒന്ന് നനയ്ക്കാം. താടി കുറച്ച് ഉയർത്തി വയ്ക്കാം. ഷോൾഡർ അഴിച്ചിടാം. മുഖത്തെ മാംസപേശികളൊക്കെ അഴച്ച് തളർത്തിയിടാം. എന്നിട്ട് നല്ല ഉജ്ജയിശ്വാസത്തിൽ നല്ല ശ്വാസം എടുക്കാം. പറ്റാവുന്ന അത്ര കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യാം. കണക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 സെക്കൻഡ് ഉള്ളിലേക്ക് ഇടുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം, 6 സെക്കൻഡ് പുറത്തേക്ക് ഇടുക, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഇപ്പം അത് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നത് പോലെ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുക്കുക, കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം, കുറച്ച് നേരം നമുക്ക് പറ്റുന്നത് പോലെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ നല്ല നല്ല നമുക്ക് പഠിക്കാം. ഇപ്പോൾ വെറുതെ തന്നെ കുറച്ച് നേരം ഒന്ന് ഇത് മാത്രം ചെയ്താൽ മതി. ഇത് തന്നെ ഇടതുകൈ മുദ്ര പിടിക്കാം, വലതുകൈ നാസിക മുദ്ര പിടിക്കാം. എന്നിട്ട് ഇതേ ഉജ്ജയിശ്വാസത്തിൽ തന്നെ വലത് മൂക്ക് തള്ളവിരലോട്ട് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ സാധാരണ ശ്വാസത്തേക്ക് എടുക്കുക. ലങ്സ് മുഴുവൻ നിറഞ്ഞ് വയറ് വീർക്കുന്ന രീതിയിലേക്ക് ശ്വാസം എടുക്കുക. മോതിരവിരലോട്ട് ഇടത് മൂക്ക് അടയ്ക്കുക, വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. വലത് മൂക്കിലൂടെ എടുക്കുക, തള്ളവിരലോട്ട് അടയ്ക്കുക, ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ഇത് ഒരു 2-3 ദിവസം ഒന്ന് ഇത്രയും ചെയ്താൽ മതി. അതിനുശേഷം കുറച്ച് നേരം കൈകളിൽ മലർത്തി വയ്ക്കുക. കണ്ണടച്ച് വൃദ്ധരിക്കുക. ഈ ശവാസനത്തിൽ കുറച്ച് നേരം കിടക്കുക. പ്രായോഗിച്ചിട്ട് അവസാനിപ്പിച്ചാൽ മതി. 2-3 ദിവസം സാറ്റർഡേ സെറ്റാകും.